സ്മൃതി, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ കടന്നു പോകുന്നത്. പണ്ട് നമ്മൾ CBIയുമായി ബന്ധപ്പെട്ട സിനിമ കാണുമ്പോൾ ഡമ്മി ടു ഡമ്മി എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഡമ്മി വച്ചിട്ടാണ് അതിന്റെ അന്വേഷണം എല്ലാം പോകുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാം മാപ്പുസാക്ഷിയെ വെച്ചിട്ടാണ് അന്വേഷണം. മാപ്പുസാക്ഷി എന്ന് പറഞ്ഞാൽ സഹപ്രതിയെ ഉറ്റിക്കൊടുത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ സൈഡ് ചേരുന്ന ആളാണ് മാപ്പുസാക്ഷി. ഇപ്പൊ ഇതിൽ ശരത് റെഡ്ഡിയാണല്ലോ ഈ മദ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ആള്. അദ്ദേഹം സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തുമ്പോൾ കെജ്രിവാളിന്റെ പേരില്ല. രണ്ടാമത് മൊഴി രേഖപ്പെടുത്തുമ്പോഴും കെജ്രിവാളിനെ കുറിച്ചൊരു വാക്കുപോലും ഇല്ല. മൂന്നാമത് മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് അദ്ദേഹം സാക്ഷി പ്രതിയായി മാറുന്നത്. ആ പ്രതിയായി മാറി അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തപ്പോ ആ പ്രതി മാപ്പുസാക്ഷിയായി മാറുകയാണ്, കെജ്രിവാളിന്റെ പേര് വരികയാണ്. അതായത് ഒരു ക്രിമിനൽ കേസിൽ എങ്ങനെ രാഷ്ട്രീയ വിരോധമുള്ളവരെ, എതിരാളികളെ അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം, എങ്ങനെ പ്രതിയാക്കി മാറ്റാം എന്നതിനെ കുറിച്ച് ഇവിടെ NDA ഗവേഷണം നടത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങ് അവസാനം കുറച്ച് ചോദ്യം കോൺഗ്രസ് BJPയുടെ പ്രതിനിധിയോട് ചോദിച്ചു, ഒന്നും മറുപടി കിട്ടിയില്ല. ശാരദാ ചിട്ടി ഏറ്റവും വലിയ BJPയുടെ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം ഉള്ള മുദ്രാവാക്യമായിരുന്നു, എവിടെ പോയി? അതുപോലെ ഗുവാഹത്തി ജലവിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി ആരോപണം എവിടെ പോയി? ഹേമന്ത വിശ്വ ശർമ്മ BJPയായി മാറിയോടുകൂടി ആ അഴിമതിയൊക്കെ പോയി. നാരദ ഒളി ക്യാമറ കേസ് എത്ര വലിയ രൂപത്തിൽ BJP ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. സുവേന്ദു അധികാരി BJPയായി മാറിയോടുകൂടി ആ കേസില്ല. ആദർശ് ഭവന പദ്ധതി 2014 മുതൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ BJP ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അശോക് ചൗഹാൻ BJPയായി മാറിയോടുകൂടി അതില്ലാതായി മാറി. ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതി അത് ദിഗംബർ കാമത്ത് BJPയായി മാറിയോടുകൂടി ആ കേസ് ഇല്ലാതായി. അതുപോലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് മഹാരാഷ്ട്രയിലെ അജിത് പവാർ അത് BJPയായി മാറിയോടുകൂടി അത് പോയി. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം കഴിഞ്ഞ 8-9 വർഷമായി ചർച്ച ചെയ്ത മുഴുവൻ കേസുകളും ആ ആരോപണ വിധേയരായവർ BJPയായി മാറിയതോടുകൂടി ഇല്ലാതായി. അതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഇനിയും കള്ളക്കേസുകൾ വരാം, സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ വരാം, രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. എന്തിന്? തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും പ്രതിപക്ഷ മുന്നണിയെ വിലക്കുന്ന തരത്തിലേക്ക് പോകാം. കാരണം അധികാരത്തിന്റെ മത്തു പിടിച്ചു പോയിരിക്കുന്നു സംഘപരിവാർ. അവർക്ക് അധികാരമില്ലാത്ത ഈ രാജ്യത്ത് തുടരാൻ കഴിയില്ല. അങ്ങ് ചോദിച്ചു യെദ്യൂരപ്പ ഡയറീസിനെ കുറിച്ച്, സഹാറ ഡയറീസിനെ കുറിച്ച്. ജെയിൻ ഡയറീസ് ഉണ്ട്, ബിർള ഡയറീസ് ഉണ്ട്, ബംഗാരി ലക്ഷ്മണന്റെ വലിയ അഴിമതി കഥകളൊക്കെ രാജ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. BJP ആണോ? എന്തു തോന്നിവാസവും ചെയ്യാം, എന്തു ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തിയും ചെയ്യാം. BJP ആകണം. ഇപ്പൊ ഒരു നേതാവ് പറഞ്ഞല്ലോ, ഹർഷവർദ്ധൻ പട്ടേൽ പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാവ്, ഞാൻ BJPയായി മാറിയത് കൊണ്ട് സമാധാനപരമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. പല നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അശോക് ചൗഹാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞു, എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ BJP ആകാൻ പോകുന്നു എന്ന്. അങ്ങനെ നിർവാഹമില്ലാത്ത പലരും രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ്. ഇപ്പോ തോമസ് ഐസക്കിന്റെ പുറകെ ഇറങ്ങിക്കൂടിയിട്ടുണ്ട്. ED മറ്റു പല സംസ്ഥാനങ്ങളിലും, ആദായ നികുതി വകുപ്പ് മറ്റു പല സംസ്ഥാനങ്ങളിലും പോകുന്നുണ്ട്. എന്തിനാണ് സമൻസ് എന്ന് ചോദിച്ചാൽ അതിന് പോലും മറുപടിയില്ല. ഇപ്പൊ സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം പരിശോധിക്കും. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നു, നിങ്ങൾ ജനാധിപത്യപരവും നിയമപരവുമായിട്ടുള്ള മര്യാദ ലംഘിക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ സുപ്രീം കോടതി ഗവർണർമാർക്ക് അന്ത്യശാസനം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. ഗവർണർമാർക്കെതിരെ ഇത്രയധികം കേസുകൾ വരുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഗവർണർമാർ അധികാര പരിധി വിട്ട് പെരുമാറരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഒരു പൊതുപരിപാടിയിലാണ് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. സ്മൃതി, അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ തന്നെ BJP സൈഡിൽ നിൽക്കുന്ന അവരുടെ അഭിഭാഷക സംഘടനയുടെ ഭാരവാഹികൾ 400 പേർ കത്തെഴുതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കുകയാണ്. അടുത്ത കാലത്ത് വന്ന വിധിന്യായങ്ങൾ പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നിയമം നോക്കിയിട്ടല്ലേ വിധി പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സുപ്രധാനമായിട്ടുള്ള വിധി പുറത്തു വന്നപ്പോഴാണ് അതിന്റെ പിന്നിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചർച്ചയാക്കപ്പെട്ടത്. എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ വേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വരെ ദുരുപയോഗം ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താത്തവർ എന്തിനു വേണ്ടി പലതരത്തിലുള്ള ഗവൺമെന്റ് ഉത്തരവുകൾ സമ്പാദിക്കാൻ, ആനുകൂല്യം സമ്പാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കിയത് എന്തിന് എന്നതിനെ കുറിച്ചെല്ലാം സജീവമായിട്ടുള്ള ചർച്ച. ഈ ചർച്ച BJP 350-400 ഒക്കെ വലിയ തരത്തിൽ ആശിച്ചാൽ അതിലേക്കൊന്നും എത്തില്ലെന്നും BJP കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇവിടെ മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യ ഷൈനിങ്
എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ മോഡിയാണ് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം വെക്കുന്നു. മോഡി ഒരു ഗ്യാരണ്ടിയുമല്ലെന്നും ഈ 10 വർഷം ജനവിരുദ്ധ നയങ്ങൾ മാത്രമായിരുന്നുവെന്നും കോർപ്പറേറ്റുകളാണ് വളർന്നിരിക്കുന്നതെന്നും സാധാരണക്കാർ കൂടുതൽ കൂടുതൽ പട്ടിണിപ്പാവങ്ങളായി മാറിയെന്നും ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും എന്നേക്കുമായി തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തകർക്കപ്പെട്ടപ്പോൾ UN-ഉം ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും എല്ലാം വലിയ തരത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നതും അമേരിക്കയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ തർക്കങ്ങൾ ഈ 28 അംഗ രാഷ്ട്രീയ പാർട്ടികൾ 28 അംഗ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് വളരെ ഐക്യത്തോടെ ഈ സമാനതകളില്ലാത്ത ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, ഈ അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഈ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കും, ഭരണഘടന സംരക്ഷിക്കും. ഈ രാജ്യത്തെ നിലനിൽക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ യോജിച്ച പോരാട്ടം നടത്തും, അതിൽ യാതൊരു സംശയമില്ല. ശരി, ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.